ഹായ് ഫ്രണ്ട്സ്, സജിൻ ദി പ്രസാ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചായ തിളച്ചു. ചായ അല്ല കേട്ടോ, പനിക്കൂർക്ക ഇട്ട വെള്ളം അങ്ങ് തിളച്ചു. ഇനി ആ വെള്ളം എനിക്ക് കുടിക്കാൻ കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ചേട്ടന് ചായ ഉണ്ടാക്കണം. അത് അടിപൊളി ചായയാണ്. രാവിലെ എന്തെങ്കിലും ഒരു ഇല ഇട്ടിട്ട്, പനിക്കൂർക്ക ഇലയോ തുളസി ഇലയോ മല്ലി എന്തെങ്കിലും ഒരു ഇല ഇട്ടിട്ട് ഒരു ചായ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷമായിരിക്കും എല്ലാവർക്കും. ശരിക്കും പറഞ്ഞാൽ സുപ്രഭാതം എന്ന് പറയണതൊക്കെ അതൊക്കെയാണ്. നല്ല ചൂടുവെള്ളം ചെറിയൊരു, എന്നിട്ട് ഇതൊന്ന് ആറാണ് കേട്ടോ, അത് അണ്ണാക്കിലേക്ക് ഒഴിച്ചാൽ ശരിയാകാം. അപ്പോൾ നമുക്ക് ഇതങ്ങ് നന്നായി തിളച്ച് വരുന്ന ഈ ചായ, ഈ പനിക്കൂർക്കയുടെ ഇല ഇട്ടിട്ടുള്ള വെള്ളം ഒരു ചെറിയ ചൂടാകുമ്പോൾ നമുക്കങ്ങ് കുടിക്കാനായിട്ട് എടുക്കാം. അതുവരെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണേ. അപ്പം നമുക്കങ്ങ് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പനങ്ങൾ കണ്ടും നമ്മുടെ പനിക്കൂർക്കയും തിളച്ചു. ഇത്തിരി ചായലപ്പൊടി അങ്ങനെ ഇട്ടിട്ട് ഏട്ടൻ അങ്ങ് ചായ ഉണ്ടാക്കാം. ഇതാണ് ഏട്ടൻ്റെ ചായ. അപ്പോൾ അതേ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് കേട്ടോ. അപ്പം ഇനി ചായ ഉണ്ടാക്കും. ചായ ഇങ്ങനെ ആറ്റുമ്പോൾ നല്ല രസമാണ്. ആരും നമ്മൾ പറയില്ലേ, ഇതൊരു നമ്മൾ എവിടെ ചെന്നാലും സെക്യൂരിറ്റി ആണല്ലോ നമ്മുടെ ചായരിപ്പിയാണ് നമ്മുടെ സെക്യൂരിറ്റി. അതിന് ഏട്ടൻ്റെ ചായ റെഡിയായി. ഇനി ഏട്ടന് ചായ കൊടുക്കാം. കുറച്ച് വെള്ളം പിടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കുടിക്കാനായിട്ട്. എനിക്ക് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഈ ടാങ്കിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്ത് ഇത്തിരി കുടിക്കുകയാണ് പതിവ്. അപ്പോൾ ആ വെള്ളം ഒന്ന് കുടിക്കാനായിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റും. ഇതൊരു 800 ml അങ്ങോട്ടാണ് കുപ്പി. അതുകൊണ്ട് ഒരു 3 കുപ്പി കുടിക്കാനും ശ്രമിക്കാറുണ്ട്. ഈ പടവലം വെച്ചിട്ട് അങ്ങോട്ട് നമുക്കൊരു അടിപൊളി തോരനാക്കാം. ഇന്ന് ഞാൻ രാവിലെ പടവലം തോരൻ മാത്രമേ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്നൊരു ഡയറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ചെറുതായിട്ട്. അപ്പോൾ പടവലം ഇത്തിരി അധികം വെക്കാം, തോരനായിട്ട് വെക്കാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് തോരനായിട്ട്. അപ്പോൾ പടവലം തോരനിലേക്ക് പോകാട്ടോ. തോരൻ ഉണ്ടാക്കാക്ക് നല്ലപോലെ പടവലങ്ങ കഴുകി തോലൊക്കെ അത്യാവശ്യം കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഇങ്ങനെ ചെത്തി കളയരുത് അല്ലേ. വലിയ പാചകകാരിയായിട്ടാണ് കേട്ടോ എൻ്റെ വിവാഹവാസ്തവരൊക്കെ. അപ്പോൾ ഈ നല്ല പോലെ കഴുകി ഞാനൊന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കണതാണ് കേട്ടോ. നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. എല്ലാം പപ്പായൊക്കെ നന്നാക്കി സവാളയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് ഇഞ്ചിയുടേതും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഇതെല്ലാം ചേർത്ത് നല്ലതൊരു തോരനാക്കി അങ്ങ് എടുക്കാം. മീൻ ചട്ടിയിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് നമ്മളങ്ങ് ചേർത്തിരിക്കുകയാണ്. ഈ നമ്മളുടെ പടവലവും ഒക്കെ മറന്നു പോകാനുള്ള പടവലവും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഉള്ളത്. മഞ്ഞൾ ചേർക്കുന്നേ ഇല്ല കേട്ടോ. ഇനി നമ്മളിതങ്ങ് നല്ലപോലെ അങ്ങ് മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മുടെ അടിപൊളി തോരൻ റെഡിയാക്കാനായിട്ട്. അപ്പം എനിക്ക് മിക്സാക്കണം. ഇത് നല്ലപോലെ അങ്ങ് കുത്തിയിളക്കി എടുത്ത് മിക്സാക്കി എടുക്കണം. അപ്പം അതിനു വേണ്ടി ഞാനിപ്പോൾ എൻ്റെ ഫോണൊന്ന് കട്ടാക്കാണ്, അതായത് ക്യാമറയൊന്ന് കട്ടാക്കാണ്. എനിക്ക് ക്യാമറ സ്റ്റാൻഡ് ഇല്ലാത്ത കാരണേ അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് വന്നതായിരുന്നു. അത് വീണ്ടും തിരിച്ചയച്ചു. അതത്ര നന്നായില്ല. അപ്പം ഇനിയിപ്പോൾ വരുന്നുണ്ട്. വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് നല്ല ഒരു ഇതിൽ നമുക്ക് കുത്തിയിളക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇളക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ പണികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ ചേട്ടാ ഞാനേ മുട്ട പുഴുങ്ങാൻ പോവാ, വേണോ? ഒരെണ്ണം പുഴുങ്ങട്ടെ? വേണ്ട. അത് പരിപ്പും മത്തങ്ങയും വെന്തുകൊണ്ടിരിക്കുകയാണ്. അത് മുട്ട പുഴുങ്ങാനുള്ള വെള്ളം ആയിട്ടോ. അപ്പോൾ പരിപ്പും മത്തങ്ങയും അങ്ങോട്ട് വെന്തുണ്ട്. ഏകദേശം 2 വിസിലിട്ടു ഞാൻ. അപ്പം ഇറക്കി നമുക്ക് എൻ്റെ മുട്ട പുഴുങ്ങാനുള്ള വെള്ളം അങ്ങ് വെക്കാം. മുട്ട പുഴുങ്ങട്ടെ. ഇനി നമുക്ക് നമ്മുടെ തോരൻ എന്തായെന്നൊന്ന് നോക്കിയാലോ. തോരൻ അത്യാവശ്യമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുള്ളൂ. നന്നായിട്ടൊക്കെ വെന്ത് തുടങ്ങിയിട്ട് ഇത്തിരി വേവട്ടെ. പച്ചക്കറിയുടെ കളറ് മാറാൻ പാടില്ല എന്നൊക്കെ പറയാമല്ലേ. തോരൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. തോരൻ ഇവിടെ ഒത്തിരി കൂടി വേണം.
എന്നിട്ട് വേണം വേറൊരു സാധനം ഇതിലേക്ക് ചേർക്കാനായിട്ട്. നമ്മൾക്ക് ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇത്രയും നാളികേരം ചേർത്തൊക്കെ കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇത് നമുക്കതങ്ങ് മിക്സാക്കി എടുക്കാം. വെള്ളം അങ്ങ് തിളച്ചു മുട്ടയുടെ. അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ അങ്ങനെ മുട്ട ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വെച്ച് വേവിക്കാം. അതായത് കുറച്ച് നല്ല ഓരോന്നും ഇവിടെ സെറ്റായി. എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ട് വന്നു. ഞാൻ ഈ പാത്രത്തിലേക്ക് ആക്കാനുള്ള പരിപാടികളാണ്. ഇത് മത്തങ്ങ പുളിങ്കറിയാണ് കേട്ടോ. മത്തങ്ങ പുളിങ്കറി. അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ മത്തങ്ങ ഇങ്ങനെ ചെറുതായിട്ട് ഉടച്ച് ചേർത്തിട്ടുള്ള ഒരു ചെറിയൊരു പുളിങ്കറി. ഇന്നലെ മത്തങ്ങ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം ഇന്ന് വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇതാ നമ്മുടെ തോരൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചേട്ടൻ്റെ പാത്രങ്ങളിലേക്ക് ആക്കി നമുക്ക് ബാഗിലേക്ക് സെറ്റാക്കാം കേട്ടോ. ചോറ് റെഡിയായി, ഞാൻ ഊറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ചോറൊക്കെ അസലാക്കി നിന്നുണ്ട്. നമ്മളുടെ മട്ട റൈസ്, തവിടുള്ള മട്ട റൈസും പിന്നെ സാധാരണ മട്ട റൈസുമാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ രണ്ടാണ് മിക്സ് ആക്കിയിട്ടാണ് ഇപ്പോൾ ചോറൊക്കെ വെക്കുന്നത് കേട്ടോ. ചിലപ്പോൾ രക്തശാലി അരി ചേർത്തിട്ട് അങ്ങനെയൊക്കെ പൂങ്ക റൈസ് അങ്ങനെയുള്ള അരികൾ രണ്ടും കൂടി മിക്സ് ആക്കും. സാധാരണ അരിയും ഈ അരിയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ചെയ്യണത്. എന്ന് വെച്ചാൽ മറ്റേ അരി ഒറ്റയ്ക്കാവുമ്പോൾ ആർക്കും കഴിക്കാനായിട്ട് ഇങ്ങോട്ട് നമ്മൾ ശീലിച്ച് വന്ന ശീലത്തിൽ നിന്ന് ആർക്കും വിട്ടുപോരാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടിരുന്ന് അങ്ങോട്ട് കഴിക്കും. നല്ല ടേസ്റ്റ് അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ കഴിക്കുന്നേ. ചേട്ടൻ്റെ ബാഗിലേക്ക് അങ്ങ് സെറ്റാക്കിൻ്റെ ചോറും കറികളും എല്ലാം. ഇനി നമുക്കിതങ്ങ് അടച്ചു കൊടുക്കാം. നമുക്ക് ബാഗ് ശരിക്കും ബാഗിലേക്ക് തന്നെ വയ്ക്കാം. ആളുടെ ലാപ്ടോപ്പൊക്കെ വെക്കണം, ബാഗിലേക്ക് വെക്കാം. ഞാൻ പുറത്തിറങ്ങിയതാണ്. പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് 2 പേർക്കും ഭക്ഷണം വേണം. ഞാൻ ഇപ്പോഴാണൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ കുറച്ച് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. തുമ്പികളൊക്കെ പറക്കുന്നുണ്ട്. കാക്കിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി, ചേട്ടന് കഴിക്കാനുള്ളതെല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങും. മഞ്ഞപ്പൂവ് ഉണ്ടായിട്ടുണ്ടോ, ചുറ്റിപ്പൂവ് മഞ്ഞ. അങ്ങനെ പൂവൊക്കെ കാണുമ്പോൾ ഓണമൊക്കെ വരുവായി. അടുത്ത മാസം ഓഗസ്റ്റിൽ നമുക്ക് അടുത്ത 27-ാം തീയതി ആകുമ്പോഴേക്കും 26, 27 ഓണമൊക്കെ കഴിഞ്ഞു. 26-ാം തീയതി കൂടെ 26-ാം തീയതി കൂടെ തിരുവോണം തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ കഴിയും. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ അവസ്ഥകൾ. കൊമ്പുകളൊക്കെ ചാഞ്ഞ് നിൽക്കുകയാണ്. ഒന്ന് ഓണത്തിനെങ്കിലും ഞാൻ ആളെ വിളിച്ച് റെഡിയാക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ വിളിക്കില്ല, വെട്ടിക്കില്ല. ഓണത്തിനും ഒന്നും വെട്ടിക്കാൻ ഞാൻ പറയുന്നുണ്ട്. ഇനി വാശി പിടിക്കുന്നുണ്ട്. ഞാൻ പരമാവധി ഞാൻ വാശി എന്ന് വെട്ടിക്ക് ചേട്ടാ, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം, നമുക്ക് കുറച്ച് കൊമ്പും ചില്ലകളൊക്കെ ഒന്ന് താഴ്ത്തി കഴിഞ്ഞാലേ സമ്മതിക്കൂല. എന്താ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വെട്ടി എടുപ്പാക്കി കൊമ്പൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ ആയിട്ട് നാളെ വിളിക്കണം എന്നൊക്കെ ആഗ്രഹം. ഇങ്ങനെയൊക്കെ എൻ്റെ ദിവസങ്ങളൊന്ന് പോയി. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിടും. അപ്പോൾ ശരി, ജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.